ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് മോറൽ സയൻസിൻ്റെ 11ാം പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അനുകമ്പയാൽ അലിയുന്ന മനസ്സ്. നമുക്കൊരു വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സങ്കീർത്തനം 37:4. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സങ്കീർത്തനം 37:4. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. മനുഷ്യ സമുദായം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. നാം എല്ലാവരും കുടുംബങ്ങളിലാണ് ജീവിക്കുന്നത്. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും കൊണ്ട് നിറയുന്നത്. നമ്മെപ്പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളും എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ അർഹതപ്പെട്ടവരാണ്. ഇങ്ങനൊരവസരത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. രോഗികളായിട്ട് കഴിയുന്ന ധാരാളം മക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശാരീരികമായിട്ടും മാനസികമായിട്ടും ക്ലേശം അനുഭവിക്കുന്ന ധാരാളം മക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ വേദനകളും അസ്വസ്ഥതകളും അവരെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും നമുക്ക് കടമയുണ്ട്. അതുപോലെ തന്നെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത, പ്രത്യേകമായി മാതാപിതാക്കളില്ലാത്ത ധാരാളം പിഞ്ചു കുഞ്ഞുങ്ങളെ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് തൊഴിലും വിദ്യാഭ്യാസവും നൽകി അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് അനയിക്കുന്ന ധാരാളം സംഘടനകളെയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ക്ലേശിക്കുന്ന അനേകം മക്കളുണ്ട്. ഭാരതത്തിൽ 60% ആളുകൾ പോലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം നോക്കുമ്പോൾ പലതരത്തിൽ അസ്വസ്ഥതയും ക്ലേശവും അനുഭവിക്കുന്ന ധാരാളം മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അവരെയെല്ലാം സഹായിക്കാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക എന്നത് വളരെ കാര്യമാണ്. നമുക്കെല്ലാവർക്കും കഥ കേൾക്കാനായിട്ട് ഇഷ്ടമാണല്ലോ. ഉദാഹരണമായിട്ട് ഒരു പ്രഭുകുമാരനെ പോലെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഇറ്റലിയിലെ അസീസി എന്ന ഗ്രാമത്തിലുള്ള ഫ്രാൻസിസ്. അദ്ദേഹത്തിൻ്റെ കഥ വളരെ ഹൃദയസ്പർശിയാണ്. നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ? ഇറ്റലിയിൽ അസീസി എന്ന ഗ്രാമത്തിൽ ഒരു വ്യാപാരിയുടെ മകനായിട്ടാണ് ഫ്രാൻസിസ് ജനിച്ചത്. എല്ലാ സുഖ സൗകര്യങ്ങളോടു കൂടിയാണ് ആ ചെറുപ്പക്കാരൻ വളർന്നു വന്നത്. കടയിലെ പണപ്പെട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു. ഒരു ദിവസം അദ്ദേഹം കടയിലിരിക്കുമ്പോൾ കച്ചവടം വളരെ ധൃതിയായിട്ട് നടക്കുന്ന അവസരത്തിൽ ഒരു ഭിക്ഷയാചകൻ അവിടെ എത്തി ഫ്രാൻസിസിനോട് ചോദിച്ചു, മകനെ വല്ലതും തരണേ. ആ സ്വരം കേട്ടപ്പോൾ തന്നെ ഫ്രാൻസിസിന് ദേഷ്യം വന്നു. അദ്ദേഹം വന്ന് കടന്നു പോടാ ഇവിടുന്ന് എന്ന് ആ യാചകനോട് വളരെ ദേഷ്യത്തോടെ ആക്രോശിച്ചു. ആ വൃദ്ധയാചകൻ വളരെയധികം പണിപ്പെട്ട് അവിടെ നിന്ന് ഒരു വിധത്തിൽ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. കടയിലെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസിൻ്റെ മനസ്സിന് ഭയങ്കര അസ്വസ്ഥത തോന്നി. ഞാൻ ആ വൃദ്ധയാചകന് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതായിരുന്നല്ലോ. അദ്ദേഹം പണപ്പെട്ടിയിലേക്ക് നോക്കുമ്പോൾ ആ പണപ്പെട്ടിയിലെ പണമെല്ലാം അദ്ദേഹത്തെ നോക്കി പരിഹസിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. വേഗം തന്നെ ആ പണപ്പെട്ടിയിൽ നിന്ന് കൈ നിറയെ പണം വാരിയെടുത്തുകൊണ്ട് ആ വൃദ്ധയാചകനെ അന്വേഷിച്ച് ഫ്രാൻസിസ് കടയിൽ നിന്ന് ഓടിപ്പോയി. അവസാനം നടന്ന് ഒരു സ്ഥലത്ത് യാചകൻ വിഷമിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് കാണാനിടയായി. ഈ കയ്യിലുള്ള പണം മുഴുവനും അദ്ദേഹത്തെ ഏൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് ഫ്രാൻസിസ് മാപ്പ് അപേക്ഷിച്ചു. അങ്ങനെ ഫ്രാൻസിസ് ഒരു പുതിയ വ്യക്തിയായി തീർന്നു. എന്നാൽ മകൻ്റെ ഈ ദീനാനുകമ്പ അദ്ദേഹത്തിൻ്റെ പിതാവിന് പിടിച്ചില്ല. അദ്ദേഹം ഫ്രാൻസിസിനെ വളരെയധികം ഉപദേശിച്ചു. ഈ പാവങ്ങളോട് ഇത്രയധികം അനുകമ്പയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് പിതാവ് മകനെ ഉപദേശിച്ചു. എന്നാൽ മകൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പാവപ്പെട്ട ആളുകളെ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിക്കാൻ തുടങ്ങി. അവസാനം പിതാവ് മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ വസ്ത്രം കൂടി പിതാവിനെ ഏൽപ്പിച്ചിട്ട് ചാക്ക് വസ്ത്രം ഉടുത്ത് അദ്ദേഹം സേവനത്തിനിറങ്ങി. അങ്ങനെ കുഷ്ഠരോഗികളെ അദ്ദേഹം പരിചരിച്ചു. ധാരാളം സമൂഹത്തിൽ അസ്വസ്ഥപ്പെടുന്ന എല്ലാ വ്യക്തികളെയും അദ്ദേഹം പരിചരിക്കുവാനായിട്ട് ആരംഭിച്ചു. മനുഷ്യരെ മാത്രമല്ല, ക്രൂരരായിട്ടുള്ള മൃഗങ്ങളെ പോലും അദ്ദേഹം സഹോദര എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പടം നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. പക്ഷികൾ അദ്ദേഹത്തിൻ്റെ തോളത്ത് വന്നിരുന്ന് വിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഇതേപോലെ കുട്ടികളായ നമുക്ക് പലതരത്തിലുള്ള മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. അതൊന്നും നാം തള്ളിക്കളയരുത്. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും നാം ഒരിക്കലും ഉപേക്ഷ കാണിക്കരുത്. നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ, പ്രത്യേകിച്ച് നന്മ ചെയ്യുവാനായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ നാം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തണം. ഈ ഗുണപാഠമാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. താങ്ക് യു.